അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ചെയ്യാൻ പോണ കാര്യം മച്ചാനെ ഈ ഒരു റൂമിൽ കിടത്തിയിട്ട് ക്യാമറ ഞങ്ങൾ അവിടെ വയ്ക്കുകയാണ്. പേടിയൊക്കെ തന്നെയാണ്, പേടിയാവുന്ന പേടിയുണ്ട്. പക്ഷെ എന്തായാലും ഇത് അറിയണം, ഒന്നുകിൽ ഇതോടെ തീരാ. ഞാൻ അച്ഛാ എന്താടാ അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ആ റൂമിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള അനുഭവമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഇരുന്ന അവസ്ഥ? എന്താ അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇവനിപ്പോൾ ഒരു വാശിയിലാണ് നിൽക്കുന്നത്. അതായത് ഈ റൂമിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൂട്ടിയിട്ട്, പക്ഷെ അന്ന് രാത്രി ഞങ്ങൾ പൂട്ടിയിട്ട് അപ്പുറത്തെ റൂമിൽ പോയി കിടന്നു. ഇവനെ ഞങ്ങൾ കാവലിരുന്നു. എന്നിട്ടും രാത്രി ആയ സമയത്ത് ഇവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ റൂമിലേക്ക് വരാൻ വേണ്ടി നോക്കി. ഇപ്പോൾ അവൻ പറയണത് എന്താ വെച്ചാൽ, ഇവന് വരാനുള്ള എന്തായാലും വരും, കിട്ടാനുള്ള എന്തായാലും കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ കാത്തിരുന്ന് അല്ലെങ്കിൽ പേടിച്ച് പിന്മാറി കിടക്കണമെന്നാണ് ചോദിക്കുന്നത്. ഒരു കണക്കിന് സംഭവം ശരി തന്നെയാണ്, നമ്മളങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം പറയണത് എന്താ വെച്ചാൽ, ഇപ്പം ഇന്ന് രാത്രി ഇവിടെ കിടന്ന് നോക്കാമെന്നാണ് പറയുന്നത്. ഞാൻ കിടക്കും, കാരണം എവിടെ കിടന്നാലും എനിക്ക് ഉറക്കം വരുന്നില്ല. അത് ശരിയാണ്. കാരണം അന്ന് ഞാൻ ഇനി ഏതെങ്കിലും റൂമിൽ പോയി കിടന്നു കഴിഞ്ഞാൽ ഞാൻ നടന്നു വരികയാണ്, ഞാൻ അവിടുന്ന് എണീറ്റ് വരികയാണ്. ഈ വാതിൽ തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കും. ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ എനിക്ക് ഉറക്കം കിട്ടുള്ളൂ. അതെ, എന്താ പറയുക, എപ്പോഴും നമുക്ക് വരെ നോക്കിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് വേറെ ചുറ്റുപാടുകളുണ്ട്. എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഈ സംഭവം തീരുമാനമാക്കിയിട്ട് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനമായി. അപ്പം നമുക്കിപ്പോൾ എന്നും വന്ന് കാവലിരിക്കാൻ പറ്റില്ല. ഇവനെ കൂട്ടിരുന്ന് അതൊരിക്കലും ശരിയാവില്ല. കാരണം ഇതുവരെ എനിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ ഈ അന്ന് രാത്രി കണക്കുണ്ടായ പ്രശ്നം എന്ന് പറയും, ആ വീഡിയോ കണ്ടാലേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അത് ഒരു സ്ലീപ്പിംഗ് പാരലൈസിസ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ആൾക്കാർ പറയുന്നത്. ഉണ്ണി ഈ റൂമിൽ കിടന്ന സമയത്ത് ഉണ്ണിയുടെ കഴുത്തിന് പിടിച്ചിട്ട് നന്നായിട്ടൊരു കൊല്ലാൻ ശ്രമിച്ച പോലെയാണ് അന്നുണ്ടായത്. അന്ന് രാത്രി ഉണ്ണി പേടിച്ചാണ്. അപ്പോൾ ഉണ്ണി പറഞ്ഞ് ഇനി നമുക്ക് അതുപോലെ ഒരു ക്യാമറ വെക്കല്ലേ. ക്യാമറ എന്തായാലും വെക്കണം. ക്യാമറ ഇല്ലാതെ തന്നെ അവിടെ കിടത്തില്ല. ക്യാമറ വെക്കാതെ എന്നെ ഈ റൂമിൽ കിടത്തില്ല. അത് ഞങ്ങൾ 100% ഉറപ്പാണ്. ക്യാമറ എന്തായാലും എന്നെ കാണിക്കോ. ഈ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യണത്, ഈ കാര്യങ്ങളൊക്കെ ക്യാമറയിൽ കാണും. എനിക്ക് കാണണം, എല്ലാം കാണും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണി കിടന്ന അതേ സമയത്ത് അതേപോലെ എങ്ങനെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഞാൻ പറയട്ടെ, ആ റൂമിൽ എവിടെ കൊണ്ടുപോയി കിടത്തിയാലും എനിക്ക് നല്ല ഉറക്കം കിട്ടില്ല. ഇവിടെ വന്ന് കിടന്നാൽ അടിപൊളിയിൽ ഞാൻ ഉറങ്ങണുണ്ട്. ഈ ഒരു സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങണുണ്ട് ഞാൻ, പേടിയില്ല. പക്ഷെ എന്നാലും എത്ര ഉറങ്ങണുണ്ട് ഞാൻ. എന്നാലും രാവിലെ ഈ ഇപ്പൊക്കെ നല്ല ക്ഷീണത്തില്ല. ഇപ്പൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ട്. നല്ല ഉറക്കം വരുന്ന തലവേദന ഒക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ പഴയ കാലത്തുള്ള ടെക്നോളജി ഇരുന്നല്ലേ. ഇപ്പോൾ നമുക്ക് ക്യാമറ ഉണ്ട്. ഇവിടെ എന്ത് നടന്നാലും ശരി, നമുക്ക് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ചെയ്യാൻ പോണ കാര്യം, മച്ചാനെ ഈ റൂമിൽ കിടത്തിയിട്ട് ക്യാമറ ഞങ്ങൾ അവിടെ വയ്ക്കുകയാണ്. പേടിയൊക്കെ തന്നെയാണ്, പേടിയാവുന്ന പേടിയുണ്ട്. പക്ഷെ എന്തായാലും ഇത് അറിയണം, ഒന്നുകിൽ ഇതോടെ തീരാ, അല്ലെങ്കിൽ ഇതോടെ അവസാനിക്കുക ഈ കഥ. അത്രേ ഉള്ളൂ. ഒന്നുകിൽ ഇതോടുകൂടി അവസാനിക്കുക, അല്ലാണെങ്കിൽ ഇതൊരു തുടക്കം വെച്ചിരുന്നു. അല്ലെങ്കിൽ ഇതെന്താണെന്ന് എനിക്ക് അറിയാനോ. ഇത് അറിഞ്ഞില്ലാണെങ്കിൽ ഉണ്ടല്ലോ. ഇപ്പൊ ഞങ്ങള് ഇവനെ ഇവിടെ വെച്ച് പോവേ അല്ല വിട്ട് പോയി എപ്പോഴും ഞങ്ങൾക്ക് ഇവരെ കൂടക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്, നമുക്ക് പണി കഴിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം വീട്ടിൽ പോകും. വീട്ടിൽ പോയാലും ചിലപ്പോൾ ഇതിനേക്കാളും വലിയൊരു പ്രശ്നമാകും. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ ഫാമിലി കാര്യങ്ങളൊക്കെ പറ്റി കാട്ടിക്കൂട്ടിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ ഇതെങ്ങനെങ്കിലും ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ വെച്ചാൽ ഇവിടെയാണ് കിടക്കുന്നത്. ഞങ്ങൾ തൊട്ടപ്പുറത്തുണ്ടാവും. നോക്കിയാലോ? നമ്മൾ ക്ലോസ് ചെയ്യാൻ നോക്കിയാലും ഈ ആൾ ക്ലോസ് ചെയ്യാൻ സമ്മതിക്കുമോ എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെയാണ്. എന്താണെന്ന് നമുക്ക് ഇന്ന് രാത്രി അറിയാലോ. ഇന്ന് രാത്രി അറിയാം എന്താണെന്നുള്ളത്. വെൽക്കം ടു കലൈ കട ബ്ലോഗേഴ്സ്.
അച്ഛാ എന്താടാ നീ ഞാൻ തിരിക്കാൻ നോക്കുന്നതാ. എന്താണ് എനിക്ക് പ്രശ്നം? വേണുവിനെ ഞാൻ കൊല്ലാൻ വിചാരിച്ചോ? എടാ എന്താ എന്താ ഞങ്ങളെ തിരിക്കാനുള്ള പരിപാടി വാതിൽ പൂച്ച നീയല്ലടാ. അവനെ ഞാൻ വാത്തി വെക്കാൻ വെച്ചതല്ലടാ. കൊല്ലും ഞാൻ, കൊല്ലും. ആരെ കൊല്ലണ്? നിന്നെയും കൊല്ലും, വേണുവിനെയും കൊല്ലും. അതൊക്കെ പ്രാന്ത. എന്റെ രഘു എന്റെ കൂടെ ഉണ്ടാ. നിങ്ങൾ എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? ഞാൻ പറയണേ കാഴ്ച ഇടുവാ. കാഴ്ച എന്താടാ? എടാ അച്ഛാ നീക്കടാ. എടാ നീക്കി. ഇല്ല വെക്കോ. സത്യം പറഞ്ഞാലേ ഇപ്പൊ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു നല്ല കാര്യം ആ വീഡിയോ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നെ കൊല്ലണ്ടാണ്. ഇത് കഴുത്തിൻ്റെ ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. ഞാൻ കുറേ വട്ടം വിളിച്ചിട്ട് എപ്പോഴും ഉണരുന്നില്ല. ഇന്ന് രാത്രി ഇപ്പം എന്തൊക്കെ സംഭവിച്ചു? അതിൻ്റെ ഇടയിൽ രഘുന്ന് ആരൊക്കെയൊക്കെ പേര് പറയാനിട്ട്. പക്ഷെ ഞാൻ അവനെ വിളിച്ചപ്പോൾ എന്തിനാണോ എൻ്റെ കഴുത്തിന് പിടിച്ചറിയണില്ല. ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇല്ല. ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ട്. കാരണം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ വിചാരിച്ചത്. പക്ഷെ ഇത്ര ഡേഞ്ചറാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിപ്പോൾ നാളെ രാവിലെ ഇവനോട് ചോദിച്ചാലാണ് ഏകദേശം ഒരു ഇതറിയുള്ളൂ. പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. ഇന്ന് രാത്രി ഇപ്പോൾ ഇവിടെ കിടക്കട്ടെ. ഞാൻ ഇനി ഇവിടെ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തൊക്കെ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. നാളെ രാവിലെ കാണാം. അതൊന്നും നല്ലേ. അപ്പോൾ ഞാൻ തൽക്കാലം ക്യാമറ അവിടെ തന്നെ വയ്ക്കുകയാണ്. ഇനി എന്തെങ്കിലും സീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാമറയിൽ ഇരുന്നിട്ട് നമുക്ക് അപ്പുറത്തുനിന്ന് കാണാൻ പറ്റും. നമുക്ക് ഫുൾ ടൈം അവന് നോക്കിക്കാൻ പറ്റില്ല. കാരണം ഉറക്കമില്ല, ഒരു ഊണില്ല ഉറക്കമില്ല. അതിപ്പോൾ സമയം 3 മണിയായി. ഈ സമയത്തൊക്കെ നമ്മൾ ഊണും ഉറക്കമൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. നാളെ രാവിലെ നമുക്ക് അതിൻ്റെ ബാക്കി